ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നിന്നെ വിളിച്ചതേ, നീ ഇന്ന് വിഷ്ണുവിനെ കണ്ടായിരുന്നോ? അല്ല, രാവിലെ കണ്ടതാ. എങ്ങോട്ടോ പോവാനുണ്ട്, എന്നോട് സ്കൂളിലേക്ക് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓട്ടോ പോയി എടുക്കാണ് അങ്ങോട്ട് പോയത്. അല്ല, എന്നെ കണ്ടോന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അവിടെ ചെന്നു, അപ്പൊ ആശ വണ്ടി എടുത്തിട്ട് പോയി. ആ, എന്നാ നിന്നെ അവൻ കണ്ടു കാണത്തില്ല. അല്ല, പക്ഷെ ഞാൻ പിന്നാലെ വിളിച്ച് ഓടിയെന്നേ. എടാ, ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ? സ്കൂളിൽ നിന്ന് കുട്ടികളെ വിളിച്ചോണ്ട് വരേണ്ട സമയമായി, പക്ഷെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അല്ല, അവൻ കുട്ടികളെ വിളിച്ചോണ്ട് വരുവോ അതോ ഇവിടുന്ന് ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വരണോ ഒന്നും അറിയില്ലടാ. അല്ല, ഞാൻ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. അവനെ നീ അല്ല വേറെ കൂട്ടുകാരിലുണ്ടോ? അല്ല, എന്റെ അറിവിലില്ല. അതാരാണ് അച്ഛനെ? എടാ, അതിന്റെ ഒരു പരിചയക്കാരിയാ, എന്റെ കൂട്ടുകാരി. നിന്നോടാ അവന് വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടോന്ന്? എന്റെ അറിവിൽ അങ്ങനെ ഇല്ല. ആകെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കുന്നു പറഞ്ഞത് എന്റെ അടുത്തല്ലേ. ആരടുത്തും അങ്ങനെ പോയി ഇരിക്കാറില്ലല്ലോ. എന്നാ നീ ഒന്ന് പോയി തിരക്ക്. ഞങ്ങൾക്കാണെങ്കിൽ ഇന്നൊരു യാത്രയുള്ളതാ. തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രമേ. വിഷ്ണു കുട്ടികളും വന്നാ ഉടനെ പോകാന്ന രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുക. വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാതെ ഇവനിത് എവിടെ പോയി കിടക്കുക? ഈ യാത്രയുടെ കാര്യമൊക്കെ അവന് അറിയാവുന്നതുവാ. അപ്പൊ പിന്നെ ആശാൻ വരേണ്ടതാണല്ലോ. അതെ, വരേണ്ടതാ. റെയിൽവേ സ്റ്റേഷനിൽ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ ട്രെയിനിന്റെ സമയത്തിനങ്ങ് പോവും. നീ ഒന്ന് പോയി അവനെ തിരക്കിട്ട് വാ. അവൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ഒന്ന് പോയി തിരക്ക്. അല്ല, അപ്പൊ കുട്ടികളെ വിളിക്കാൻ ഞാൻ പോണോ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അതിന് ഞാൻ രോഹിത്തിനെ വിട്ടോളാം. നീ പോയിട്ട് വിഷ്ണുവിനെ കണ്ടുപിടിച്ചോണ്ട് വാ. എന്നാ ഞാൻ പോയിട്ട് വരാം. ഞാനേ ശാലിനി വിളിച്ചോട്ടെ. എടുക്കുന്നില്ലല്ലേ? ഞാനൊന്ന് വിളിക്കാം. മാഡം, വീട്ടിൽ നിന്നാ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു യാത്രയുണ്ട്, അതിനുവേണ്ടി വിളിക്കുന്നതാ. ഇപ്പൊ എടുക്കണ്ട. ശരി. കിട്ടുന്നില്ല. എന്നാടാ ഉള്ളേ? അതെന്തായാലും തിരക്ക് കാണും, എടുക്കുന്നില്ല. അല്ല, ഇനിയിപ്പേ ഇതെങ്ങനെയാന്ന് അറിയിക്കുന്നേ? രഘോട്ട, നമുക്ക് എന്തായാലും കൊണ്ടുപോകേണ്ടതൊക്കെ എടുത്തു വെക്കാം. വിഷ്ണു ശാലിനി വരുമ്പോ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാലോ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നാ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ അവിടെ എത്തും. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടും.